തലയണ മന്ത്രം എന്ന് കേട്ടിട്ടില്ലാത്തവർ കുറവായിരിക്കും അല്ലേ? ഈ തലയണ മന്ത്രം കാരണം പ്രശ്നങ്ങളുണ്ടായ ഒരുപാട് കുടുംബങ്ങളുണ്ടാകാം. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ തലയണ മന്ത്രം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്. ഇത് നമ്മളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി യൂണിവേഴ്സിനോട് പറയുന്ന ഒരു തലയണ മന്ത്രമാണ്. ഒരു ഉഗ്രൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്നത്തെ ടോപ്പിക്. ഇതിന് വേണ്ടത് നിങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു പേപ്പർ, പെൻ, പിന്നെ ഇന്നത്തെ നമ്മളുടെ താരം, തലയണ, പില്ലോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ടെക്നിക്സിനേക്കാളും ഫാസ്റ്റ് റിസൾട്ട് തരും. കാരണം ഈ ഒരു ടെക്നിക്ക് ഫാസ്റ്റായി നമ്മുടെ വിഷ് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കാൻ സാധിക്കും. സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. അത് നമ്മളിലേക്ക് വരാതെ പിന്നെ മറ്റു മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ശ്രദ്ധിച്ച് വീഡിയോ ഫുൾ കാണുക. ഇത് ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ശാന്തമായൊരിടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തുക. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഒരു വിഷ് ഒരു പേപ്പറിലേക്ക് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എഴുതുന്ന സമയത്ത് ആ ഒരു വിഷിനെപ്പറ്റി മാത്രമേ ചിന്ത പാടുള്ളൂ. ആ വിഷ് പോസിറ്റീവ് ഫീലോടുകൂടി എഴുതുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 1% പോലും ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. ആ ഡൗട്ട് മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്ത് കളയും. ഡൗട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ വിഷ് നടക്കുമോ? കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇല്ലാത്തൊരാഗ്രഹമായിരിക്കും എന്തായാലും നിങ്ങൾ ആ പേപ്പറിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ആഗ്രഹം നിങ്ങളിലേക്ക് എങ്ങനെ വരും എന്നൊന്നും ഓർത്ത് നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ അത് മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യും. മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. നിങ്ങളുടെ വിഷ് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് വേണം നിങ്ങൾ ഫീൽ ചെയ്യാൻ. അത് നടക്കുമ്പോൾ ഉണ്ടായ നിങ്ങളുടെ സന്തോഷം ഫീൽ ചെയ്യുക. ഇനി ചെയ്യേണ്ടത്, ആ പേപ്പറിൽ വിഷ് എഴുതിയതിന് ശേഷം അത് മടക്കി നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ തല വെച്ചുറങ്ങുക. ബാക്കിയെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ ഫ്രീ ആയി അതിനെപ്പറ്റി നെഗറ്റീവ് ഇമോഷൻസ് ഒന്നും ഉണ്ടാകാതെ റിലാക്സ്ഡായി കിടന്നുറങ്ങുക. 7 days കണ്ടിന്യൂസ് ആയി നൈറ്റ് നിങ്ങൾ ആ പേപ്പർ എടുത്ത് ഫീലിങ്സോടെ വായിക്കുക. എന്നിട്ട് പഴയതുപോലെ തന്നെ മടക്കി പില്ലോയുടെ അടിയിൽ തന്നെ വെച്ചുറങ്ങുക. പിന്നൊരു കാര്യം, തലയണയുടെ അടിയിൽ നിന്ന് ഇത് ആരും എടുത്തുകൊണ്ട് പോകാതെ ശ്രദ്ധിക്കണം. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ടെക്നിക്ക് ചെയ്തപ്പോൾ ഞാൻ വിഷ് എഴുതിയ പേപ്പർ ഞാൻ വെച്ചത് പില്ലോ കവറിനുള്ളിലാണ്. അപ്പോൾ അത് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മിറാക്കിൾ സംഭവിക്കുന്നത് കണ്ടറിയാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ അത് എന്നെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.